ഹായ് നമസ്കാരം, എൻ്റെ പേര് ശ്രീഹരി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഡ്രോയിങ്ങിന് ആവശ്യമായിട്ടുള്ള ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗ്രിഡ് മേക്കർ ഫോർ ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ കിട്ടും. ഇതിൽ ഞാൻ രണ്ട് ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി കാണിച്ചിടാം. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ ഓൾറെഡി ഞാൻ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേപ്പറിൻ്റെ സൈസ് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാം. അതായത് നമ്മുടെ റെഫറൻസ് ഇമേജ് ഏത് സൈസിലോട്ട് നമുക്ക് കിട്ടണം. അത് ഇതിൽ ഞാൻ ഓൾറെഡി A4 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഓൾറെഡി തന്നെ ഇതിനകത്തൊരു ഗ്രിഡ് വരും. നമുക്ക് ഇനി ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ഇത് നമുക്ക് ഈ ഫയൽ നമുക്ക് സേവ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ റെഫറൻസ് എടുക്കുന്ന ഇമേജ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ഇതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നവർക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഈ ഗ്രിഡിൻ്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി നമുക്ക് ആ ഓപ്ഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏറ്റവും ചെറിയ ഗ്രിഡാണ് ആവശ്യം. കാരണം ഗ്രിഡ് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അതിനകത്തിൽ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലോസ് ആകും. അപ്പം ഗ്രിഡ് ഏറ്റവും ചെറിയ തിക്നെസ്സിലിട്ടാണ് നമ്മൾ ഗ്രിഡ് എടുക്കുന്നത്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് ഇമേജ് നല്ല ക്ലാരിറ്റിയിൽ കിട്ടും. അതായത് നമുക്ക് സൂം ചെയ്ത് വെച്ച് കൃത്യമായിട്ട് തന്നെ വരയ്ക്കാൻ സാധിക്കും. ഇനി ഞാൻ പേപ്പറിലേക്ക് ഗ്രിഡ് വരയ്ക്കുകയാണ്. A4 സൈസ് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റെഫറൻസ് ഇമേജും ഞാൻ A4 സൈസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ A4 സൈസ് പേപ്പറിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മുഴുവനായിട്ട് വളർന്നിട്ട് അത് ഈക്വലി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഈ മാർക്കുകൾ ജോയിൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഗ്രിഡ് വരയ്ക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് റെഫറൻസ് ഇമേജിൽ എത്ര നമ്പർ ഓഫ് ബോക്സസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അത്രയും നമ്പർ ഓഫ് ബോക്സസ് തന്നെ നമ്മുടെ പേപ്പറിൽ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഗ്രിഡ് വരയ്ക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പ്രഷർ കൊടുത്ത് വരയ്ക്കാതിരിക്കുക. കാര്യം നമുക്ക് ഈ ഗ്രിഡ് തുടച്ച് കളയാനുള്ളതാണ്. നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ഇമേജിൽ നമുക്ക് ഈ ഗ്രിഡ് ഒരിക്കലും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രഷർ കുറച്ച് വരയ്ക്കുക. ഇനി വരച്ചതിന് ശേഷം നമ്മൾ ഈ ഗ്രിഡുകളൊക്കെ ഒന്ന് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 എന്ന് നമ്മൾ ഈ ബോക്സസ് റോസിലും കോളംസിലും നമ്മൾ ഒന്ന് നമ്പർ ചെയ്ത് കൊടുക്കുക. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് ഇമേജിൽ നോക്കിയിട്ട് അപ്പം എത്രാമത്തെ ബോക്സാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഇട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഔട്ട്ലൈൻ വരയ്ക്കാൻ നേരത്ത് നമ്മൾ റെഫറൻസ് ഇമേജ് നോക്കുക. റെഫറൻസ് ഇമേജിൽ ഏത് ബോക്സിലാണ് നമുക്ക് ആദ്യം ആ ഇമേജ് നമുക്ക് ഔട്ട്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ബോക്സ് നമ്മൾ നോക്കിക്കൊണ്ട് ആ ബോക്സ് നമ്മുടെ പേപ്പറിൽ എവിടെയാണ് വരുന്നത് ആ ബോക്സ് നോക്കിക്കൊണ്ട് ആ ബോക്സിലേക്ക് ഔട്ട്ലൈൻ വരച്ചെടുക്കുക. വളരെ ഈസിയാണ്. നമ്മൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റ് എക്സാക്റ്റ് ഷേപ്പ് തന്നെ നമുക്ക് ഔട്ട്ലൈനായിട്ട് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു വളരെ ഈസി മെത്തേഡാണ്. നമ്മൾ ജസ്റ്റ് ഇത് ബോക്സിൻ്റെ നമ്പറും കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റെഫറൻസ് ഇമേജിലോട്ട് നോക്കുക. ആ സെയിം ബോക്സിൽ ഔട്ട്ലൈൻ എവിടെ വരുന്നു അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ വരച്ചെടുത്തെങ്കിൽ നമുക്ക് ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് തന്നെയുള്ള ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കാനായിട്ട് സാധിക്കും. അഥവാ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് അത് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ആ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നമ്മൾ വരയ്ക്കാൻ എടുത്തിരിക്കുന്ന പേപ്പർ ആ സെയിം ഒരു പേപ്പർ കൂടെ എടുക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി വേറൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിലുകൾ എടുത്തിട്ട് ജസ്റ്റ് ആദ്യം ലെഫ്റ്റ് സൈഡിൽ ആ പെൻസിലിൻ്റെ ഗ്രേഡ് എഴുതുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ ആദ്യം ഒരു ബോക്സ് വരച്ചിട്ട് അതിൽ ആ പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അപ്പുറത്ത് ഒന്നുകൂടി ഒന്ന് ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്യുക. ഇതിൽ രണ്ടിൽ നമുക്ക് 2 ടോണായിരിക്കും കിട്ടുക. ഇങ്ങനെ ഷെയ്ഡിങ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് ഇമേജിൽ നോക്കിയിട്ട് നമ്മൾ വരയ്ക്കേണ്ട പോർഷനിൽ ഏത് പെൻസിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിൽ ഒരു നല്ല ബെറ്റർ റിസൾട്ട് തന്നെ കിട്ടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, പീസ്.